നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഗജകേസരി യോഗത്തെ കുറിച്ചാണ്. എന്താണ് ഗജകേസരി യോഗം? പല ജാതകങ്ങളിലും ഈ യോഗം ഉണ്ടാകാറുണ്ട്. പല ജാതകർക്കും ഈ യോഗം കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകുവാൻ വളരെ സാധ്യത കൂടുതലാണ്. ആദ്യമായി ഗജകേസരി യോഗം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹന്തി സർവഗ്രഹാരിഷ്ടം ചന്ദ്രകേന്ദ്രേ ബൃഹസ്പതി യഥാഗജ സഹസ്രാണി നിഹന്ത്യകോ അഭികേസരി. അതായത് ചന്ദ്രലഗ്നത്തിന്റെ കേന്ദ്രങ്ങളിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലും അത് ഒന്നാം രാശിയായിട്ട് കണക്കാക്കിയ ശേഷം ചന്ദ്രൻ നിൽക്കുന്ന രാശിയും അതിന്റെ 4-ാം രാശിയും 7-ാം രാശിയും 10-ാം രാശിയിലും വ്യാഴൻ വരുമ്പോൾ ഒരു വ്യക്തിക്ക് ഗജകേസരി യോഗം ഉണ്ടാകുന്നു. ഈ ഗജകേസരി യോഗം ഉണ്ടാകുന്ന വ്യക്തിക്ക് വളരെയേറെ ഉന്നതമായിട്ടുള്ള രീതിയിൽ ധനവും, അതുപോലെ ഒരു കാട്ടിൽ ഒരു സിംഹം അനേകായിരം ആനകളെ എങ്ങനെ നേരിടുന്നോ അതുപോലെയാണ് ഒരു ജാതകത്തിലെ സർവ്വ അരിഷ്ടതകളെയും തുടച്ചു മാറ്റുന്നത് എന്ന് തന്നെ പറയാം. ഈ യോഗത്തിന്റെ ഫലം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. കേസരി യോഗേ ജാതോ ധനവാൻ സ്വകുലാധിപോ മഹാപ്രാജ്ഞ ഗ്രാമപുര നഗരകർത്ത സഹസ്രമാസേജ ജീവിതം വിദ്യാത് എന്നുള്ളൊരു നിയമത്തിനകത്ത് കേസരി യോഗേ ജാതോ സ്വകുലാധിപോ സ്വന്തം കുലത്തിന്റെ അധിപനായിരിക്കും. അതാകുമ്പം ഒരു കുടുംബത്തിലെ അദ്ദേഹമായിരിക്കും ഏറ്റവും വലിയൊരു പൊസിഷനിൽ നിൽക്കേണ്ട ആളായിട്ട് വരുന്നത്. അത് പല രീതിയിലാവാം. ചിലപ്പോൾ ഒരു ഗ്രാമത്തിന്റെ അധിപനാവാം, അത് മന്ത്രി, MLA മുതലായവരാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ. ധനവാനായിരിക്കും, ഒരുപാട് ധനമുള്ള വ്യക്തിയായിരിക്കും. അത് പല ബിസിനസ്സുകളിൽ നിന്നും ഉണ്ടാവുന്ന പൈസ, അതുപോലെ വേറെന്തെങ്കിലും മേഖലകളിൽ നിന്നും വരുന്ന പൈസ ഒക്കെ പറയാം. അത് കുടുംബപരമായിട്ട് സ്വത്തുകൾ ഒരുപാടുള്ള വ്യക്തിയാവാം എന്നൊക്കെ പറയാം. പിന്നെ ഈ സർവ്വ അരിഷ്ടങ്ങളും ജാതകത്തില് നീക്കുന്ന ഒരു യോഗമാണ് ഗജകേസരി യോഗം. എന്തൊക്കെ അരിഷ്ട യോഗങ്ങൾ ഉണ്ടെങ്കിലും ആ അരിഷ്ട യോഗങ്ങളെയെല്ലാം ഈ ഗജകേസരി യോഗമുള്ള ജാതകത്തിൽ ആ വ്യക്തിക്ക് ഈ അരിഷ്ട യോഗങ്ങളൊന്നും ബാധിക്കാറില്ല. കാര്യം ഗജകേസരി യോഗത്തിന് അങ്ങനത്തെ ഒരു ഇതുണ്ട്. യോഗങ്ങളിൽ തന്നെ ഏറ്റവും വലിയൊരു യോഗമായിട്ടാണ് കണക്കാക്കുന്നത് ഗജകേസരി യോഗം. ഗജകേസരി യോഗമുള്ള വ്യക്തിയുടെ ജാതകത്തിൽ അസുഖങ്ങളും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുകയില്ല. ഇവർക്ക് ദീർഘായുസ് ഉണ്ടാകുമെന്നാണ് ആചാര്യൻ തന്നെ പറയുന്നത്. അതുപോലെ കേസരി യോഗത്തിൽ ജനിക്കുന്ന വ്യക്തികൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും വിജയസാധ്യത വളരെയേറെ കൂടുതലാണ്. ഇവർ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ആ മേഖലയിൽ വിജയം കണ്ടെത്തുവാനും കഴിയും. അതുപോലെ അതീവമായിട്ടുള്ള ബുദ്ധിശക്തി കൂടുതലാണ് കേസരി യോഗ ജാതകർക്ക്. ആരെയും പറഞ്ഞിരുത്തുവാനുള്ള കഴിവും ഇവർക്കുണ്ട്. ഏത് സദസ്സിലും തിളങ്ങി നിൽക്കുവാനുള്ള കഴിവും കേസരി യോഗമുള്ളവർക്ക് ഉണ്ടാകുന്നുണ്ട്. കേസരി യോഗമുള്ളവർ വളരെ സുന്ദരന്മാരും അതുപോലെ നല്ല രീതിയിൽ സംസാരിക്കുവാൻ കഴിവുള്ളവരും പ്രസംഗം മുതലായ കാര്യങ്ങളിൽ മികവ് പുലർത്തുവാനും ഇവർക്ക് സാധിക്കാറുണ്ട്. കേസരി യോഗം എല്ലാ ജാതകത്തിലും കാണണമെന്നില്ല. അപൂർവമായിട്ട് ഉള്ള ജാതകങ്ങളിൽ മാത്രമാണ് ഗജകേസരി യോഗം കണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ ഗജകേസരി യോഗമുള്ളവർ എല്ലാവരും പൂർവജന്മത്തിൽ എന്തോ പുണ്യം ചെയ്തവരായിരിക്കണം. യോഗമുള്ള ഒരു ജാതകത്തിലെ ചന്ദ്രന്റെ പക്ഷബലവും നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ചന്ദ്രന്റെ പക്ഷബലം അനുസരിച്ച് ഈ യോഗത്തിന്റെ ഫലം കൂടും. വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനാണെങ്കിൽ ഈ യോഗത്തിന്റെ ഫലം വളരെ നന്നായി നമുക്ക് കിട്ടുന്നതായിരിക്കും. കറുത്ത പക്ഷത്തിലാണെങ്കിൽ അല്പം കുറഞ്ഞതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.